ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ SCERTയുടെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ക്ലാസ് കേട്ടോ, 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ലെസണിലേക്ക് ഘടമായ സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, അതായത് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളെ ക്ലാസ് പുതിയ SCERTയുടെ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കഴിഞ്ഞു. സോഷ്യൽ സയൻസ് പറയുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വരുന്നതാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 7ലും സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്ന ഭാഗങ്ങൾ. അതുപോലെ നയൻത്തില് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട് കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 കഴിഞ്ഞു. പാർട്ട് 2ലെ മൂന്നാമത്തെ ലെസൺ ആണ്. കാരണം ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് പാർട്ട് 2ല് കാരണം ലെങ്തി ആണ് ഓരോ ചാപ്റ്ററും എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ അതിൽ പാർട്ട് 2ല് ഫുൾ എന്താണ് വരുന്നത്, ഇന്ത്യൻ ജോഗ്രഫിയാണ് വരുന്നത് കേട്ടോ. ഫുള്ളി ഇന്ത്യൻ ജോഗ്രഫിയാണ് വരുന്നത്. നമുക്ക് ഈ SCERT തന്നെ നിങ്ങൾ ബേസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ SCERT ഇപ്പൊ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ SCERTയും NCERTയും ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 58 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. 2021 ശേഷം നടന്നിട്ടുള്ള 2024 വരെ നടന്നിട്ട് 58 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം. 2021 മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ളത് കേട്ടോ. 2024 അതായത് ഈ മാസം വരെയുള്ളത്, അത് 10th ലെവല് ബേസ് ചെയ്തിട്ടുള്ളതും 10th, പിന്നെ +2, പിന്നെ ഡിഗ്രി ലെവല്, ഈ മൂന്നും ഒരു മാരത്തോൺ ആയിട്ട് ഈ 3 വീഡിയോ ആയിട്ട് ചെയ്യട്ടെ, അതോ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ മതിയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. 10ാം ക്ലാസ്സിലെ പറയുമ്പോൾ 2021-24 സെപ്റ്റംബർ വരെയുള്ളത് 10ാം ക്ലാസ് നിലവാരത്തിൽ, അതായത് LGS, LDC ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നടന്നിട്ടുള്ള എല്ലാ പ്രിലിംസും മെയിൻസും എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ട് ഒറ്റ ലെങ്ത് ആയിട്ട് വീഡിയോ ഒന്ന് ചെയ്യട്ടെ. പിന്നെ അതേപോലെ +2ന്റെയും ലെങ്ത് കഴിഞ്ഞു. അപ്പൊ ഈ 3 വീഡിയോ കണ്ട എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അതേപോലെ നമുക്കിന്ന് മൂന്നാമത്തെ ലെസണിലേക്ക് കിടക്കാം. ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഇനി 4ാമത്തെ ലെസൺ എന്ത് ചെയ്യാം, നാളെ ഇപ്പൊ നമുക്ക് സൺഡേ ആണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വിട്ടു, നമ്മുടെ കൂട്ടുകാരെ കുറെ പേര് LDC എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ട്. അവര് എന്താ പറയാ, കഷ്ടപ്പെട്ടവർക്ക്, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എന്താണ്, ഒരു നിമിഷം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് രക്ഷപ്പെടട്ടെ അല്ലെ, അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോ നാളെ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായിട്ട് ഇത് തിങ്കളാഴ്ച തരുള്ളൂ കേട്ടോ. നാളെ ക്ലാസ് തരില്ല. അപ്പോഴേക്കും നാളെ ക്ലാസ് ഒഴിവാണ്, അതുകൊണ്ട് നാളെ വീഡിയോ ഇടില്ല. അപ്പോഴേക്കും 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലെ പാർട്ട് 1ഉം 9ാം ക്ലാസ്സിലെ പാർട്ട് 2ലെ ലോകത്തിന്റെ നെറുകയില് വിശാല സമതല ഭൂവില്, അതേപോലെ ഇന്നെടുക്കുന്ന ഭൗമചരിത്രം ഇത് മുഴുവൻ റിവിഷൻ കഴിഞ്ഞിരിക്കണം. നാളെ ഫുള്ളും ഈ ലെസൺസ് ഫുള്ളും റിവിഷൻ ചെയ്തിരിക്കണം. ഒരു എക്സ്ക്യൂസും പാടില്ല. ഞാൻ കാണുന്നില്ല എന്നില്ല, പക്ഷെ ഞാൻ അത്രയും ഡീപ്പായിട്ട് ഒരു വരി പോലും ഈ ലെസണിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ടാട്ടോ. നിങ്ങൾ വേണമെങ്കിൽ അതിൽ നിങ്ങൾ എന്താണ് ലെസൺസ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഒരു വരി പോലും ഞാൻ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യേണ്ട സാനുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. എന്താണ് ഈ ഭൗമചരിത്ര മുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്നത്? നമുക്ക് മറ്റേ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് പറയുന്നില്ലേ, ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതിൽ ഉത്തരപർവ്വത മേഖല അല്ലെ, ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നമുക്ക് ഉത്തരപർവ്വത മേഖല, അതുപോലെ ഉത്തര മഹാസമതലം, അത് ഉത്തരപർവ്വത മേഖല 1ാമത്തെ ലെസണിൽ പഠിച്ചു. ഉത്തര മഹാസമതലം 2ാമത്തെ ലെസണിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണ്, ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ 1ാമത്തെ ക്ലാസ്സിലെ ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം, ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ 2 അധ്യായങ്ങളിലൂടെ പഠിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. പഠിച്ചില്ലേ, ഉത്തരപർവ്വതം, ഹിമാലയ പർവ്വതത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു എന്ന് പറയുന്നത്. നോക്കിക്കേ, പീഠഭൂമി എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടൽ അതിർത്തി, അറബിക്കടൽ അതിർത്തിയിലും ഒക്കെ ഇതുണ്ടോ, ആരവല്ലി പർവ്വതനിരകളും, കൈമൂർ കുന്നുകള്, രാജ്മഹൽ കുന്നുകള്, വിന്ധ്യ, സത്പുര അല്ലെ, മഹാദിയ, പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം, ഇതൊക്കെ എന്താണ്, പീഠഭൂമിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങള് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ.
ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ വളരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരമാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്? 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ് ഏതിന്റെ ഉയരം? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം. അപ്പൊ ഇന്ന് പഠിക്കുന്നത് മുഴുവൻ ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന്. കാരണം നല്ലോണം പഠിക്കാനുണ്ട് കേട്ടോ അതില്. അപ്പൊ എന്താണ് ഇന്ന് മുഴുവൻ പഠിക്കുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ടാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ ഒരു ഉപദ്വീപീയ പീഠഭൂമി, ഒരു പീഠഭൂമിയുടെ ഉയരം പറഞ്ഞത് എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കി. 600 to 900. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ലെസൺസിലൊക്കെ പറഞ്ഞില്ലേ, ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, അതിലൊക്കെ കുറെ അളവുകൾ പറയുന്നുണ്ട്. നീളവും വീതിയും ഉയരവും ഒക്കെ പറയുന്നുണ്ട്. അത് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാ? ഉത്തരമഹാസമതലം ഇത്ര ഉയരം, ഇത്ര നീളം, ഇത്ര വീതി, ഉത്തരമഹാസമതലം ഇത്ര നീളം, ഇത്ര ഉയരം, ഇത്ര വീതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ ഇന്ന് നോട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അല്ലാതെ അത് വെറുതെ ഈ ക്ലാസ് ഇങ്ങനെ കണ്ട് കേട്ടുകൊണ്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അതെന്ത് ചെയ്യാ? സൈഡ് ആക്കിയിട്ടൊന്ന് നോട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് ഈ നമ്പർ എന്ത് ചെയ്യുള്ളൂ? ഓർമ്മ വരുള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരുമ്പോൾ ഈ അളവ് എന്തായാലും അതിലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. എന്നിട്ട് എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടന്നിട്ട് എന്തായാലും നെഗറ്റീവ് അടിക്കേണ്ടി വരും. അപ്പൊ ഈ നമ്പർ നന്നായിട്ട് ഓർത്തു വെക്കണം. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? വിശാലമായ പീഠപ്രദേശങ്ങൾ, അതായത് പീഠഭൂമി എന്ന് പറയുമ്പോൾ പീഠപ്രദേശങ്ങള്, പിന്നെയോ അതിന് അതിർത്തി തീർക്കുന്ന നിറയെ മലനിരകള്, കുന്നുകള്, ആഴം കുറഞ്ഞ നദീ താഴ്വര. ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ ആഴം കൂടിയാന്ന് തന്നാൽ നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആകും. ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെട്ട ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഭൂവിഭാഗമാണ് ഇത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ ഉയരം എത്രയാണ്? 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ്. എത്രയാണ്? 600. ക്ലാസ് തന്നെ ഒപ്പം പഠിച്ചു പോകണം. 600 to 900 മീറ്റർ വരെയാണ്. അപ്പൊ അവിടെയുള്ള പ്രത്യേകത എന്തൊക്കെയാന്നുള്ളത് പഠിച്ചല്ലോ. ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗം കേട്ടോ. പ്രായം കൂടുതലാണ്. പ്രായം ഉപദ്വീപീയ പീഠഭൂമിക്ക് എന്താണ്? പ്രായം കൂടുതലാണ്. ഇനി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യം, വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയാമെന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങൾ ഒന്നാണ് ഇത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത് 600 to 900 മീറ്റർ വരെയാണ്. പഠിച്ചോ? ഇനി എന്തൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകത? ആഴം കുറഞ്ഞ നദീ താഴ്വരകൾ കാണാൻ കഴിയും. ആഴം കുറഞ്ഞ നദീ താഴ്വരകളാണ്. അതുപോലെ നല്ല രീതിയിൽ വൈവിധ്യമാർന്നിട്ടുള്ള നൈസർഗിക സസ്യങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. പിന്നെയോ വിശാലമായിട്ടുള്ള പീഠപ്രദേശങ്ങളും അതുപോലെ നിറയെ മലനിരകളും കുന്നുകളും ഒക്കെ നിറഞ്ഞതാണ് ഇത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നോക്കിയേ, ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ പ്രദേശങ്ങളാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ പീഠഭൂമി എന്ന് നമ്മൾ പറയാറുണ്ട്. പീഠഭൂമി, പ്ലാറ്റ്യൂ എന്ന് പഠിക്കാറുണ്ട്. അപ്പൊ എന്താണ് പീഠഭൂമി? എന്താണ് പ്ലാറ്റ്യൂ? എന്താണ്? ചുറ്റുപാടിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് മറ്റു ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ പീഠഭൂമി ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ല ഹൈറ്റിലായിരിക്കും അല്ലെ? പീഠഭൂമി എന്ന് പറയുമ്പോൾ ഉയർപ്പ്, എവറസ്റ്റ്, ഓക്കെ. ഇപ്പൊ നമ്മൾ ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഡെക്കാൻ പീഠഭൂമി നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പീഠഭൂമിയാണ് ഇത്, ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പീഠഭൂമികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ്? ഉയർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഏറെക്കുറെ എന്തുമാണ്? നിരപ്പാർന്നതുമാണ്. അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് ഇത്? പീഠഭൂമികൾ എന്ന് പറയുന്നത്. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികളുണ്ട്. എങ്ങനെയാണ് അടിസ്ഥാനമാക്കി അല്ലെ? എങ്ങനെയാണ് പീഠഭൂമികളെ 3 ആക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികള്, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികള്, വൻകര പീഠഭൂമികൾ 1, 2, 3 പഠിക്കണം കേട്ടോ. എങ്ങനെയാണ്? സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീഠഭൂമികളെ എത്രയായി തരംതിരിക്കുന്നുണ്ട്? 3 ആക്കി തരംതിരിക്കുന്നുണ്ട്. പർവ്വത അടിവാരങ്ങളിൽ
ഒന്നെന്താണ് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുണ്ട്, അതുപോലെ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതും പീഠഭൂമികളുണ്ട്, വൻകര പീഠഭൂമികളും ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് മാപ്പ് ഒന്ന് നോക്കാട്ടോ. മാപ്പ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞു. നമ്മൾ ഉത്തരപർവ്വത മേഖല നമ്മൾ പറഞ്ഞു, വടക്ക് കിഴക്ക് അതിർത്തിയിൽ ഉത്തര പർവ്വത മേഖല, താഴെ ഉത്തരേന്ത്യൻ മഹാസമുദ്രം കിടക്കുന്നുണ്ട്, അതേപോലെ മധ്യ ഉന്നത തടം, അതേപോലെ തന്നെ കണ്ടോ പൂർവ്വഘട്ടങ്ങൾ എവിടെയാണ്, പശ്ചിമഘട്ടത്തിന്റെ അതിർത്തിയാണ്. പശ്ചിമഘട്ടം പറയുമ്പോൾ കണ്ടോ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമഘട്ടം കിടക്കുന്നുണ്ട്, കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് പൂർവ്വഘട്ടം കിടക്കുന്നുണ്ട്. മഹേന്ദ്രഗിരി കുന്നുകള്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, രാജ്മഹൽ കുന്നുകള്, കൈമൂർ കുന്നുകള്, മാൾവ പീഠഭൂമി, ആരവല്ലി, മൗണ്ട് അബു, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 600 മുതൽ 900 മീറ്റർ വരെ അല്ലെ. നമ്മൾ നേരത്തെ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പർവ്വതം ആയിട്ട് കണക്കാക്കുന്നത് എത്രന് മുകളിലാണ് പർവ്വതം എന്ന് പറയുമ്പോൾ 900 മീറ്ററിന് മുകളിലാണ് ഈ പർവ്വതം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പീഠഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ ഉയരം എത്രയാണ്, 600 to 900 മീറ്റർ ആണ്. 600 to 900 മീറ്റർ ആണ്. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും, ഇപ്പൊ മാപ്പ് പ്രകാരം പടിഞ്ഞാറ് എങ്ങനെയാണ് പശ്ചിമഘട്ടം, കിഴക്കോ പൂർവ്വഘട്ടം. അരികുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. പഠിച്ചോളണം, പടിഞ്ഞാറ് പശ്ചിമഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയുടെ, നമ്മളിപ്പോ നേരത്തെ മാപ്പിൽ പറഞ്ഞില്ലേ, ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ മാപ്പാണ് അത് തന്നിരിക്കുന്നത്. ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്, കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവും അരികുകളായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഉത്തരേന്ത്യൻ സമതലത്തിന്, ഇപ്പൊ ഉത്തര മഹാസമുദ്രം നമ്മൾ പഠിച്ചില്ലേ, അതിന് തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂവിഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അപ്പോ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എത്രയാണ്, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്നറിയപ്പെടുന്നത്. അതുപോലെ ഭൂഭാഗത്തിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി തരംതിരിക്കാം ഉപദ്വീപീയ പീഠഭൂമിയെ. ഒന്ന് ഡെക്കാൻ പീഠഭൂമി എന്നും 2 മധ്യ ഉന്നത തടം എന്നും രണ്ടാക്കി തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെയോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ നേരത്തെ കാണിച്ചെന്ന ആ മാപ്പ് ഒന്ന് മനസ്സിലാക്കത്തെ. ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പറഞ്ഞു എന്താണ് പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗത്ത് എന്താണ് പൂർവ്വഘട്ടം. ഉത്തര മഹാസമുദ്രത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ്, തെക്കു ഭാഗത്തായിട്ടാണ്. എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ ഭൂഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയാക്കി തരംതിരിക്കാം, രണ്ടാക്കി തരംതിരിക്കാം. ഏതൊക്കെയാണ്, ഒന്ന് ഡെക്കാൻ പീഠഭൂമിയും 2 മധ്യ ഉന്നത തടവും. ഇനി നമുക്ക് ഡെക്കാൻ പീഠഭൂമി എന്താന്ന് നോക്കാം. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതനിരത്തിന് തെക്കുള്ള ഇത് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പില്ലേ, ഇതിന് മുന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നത് ചിലപ്പോ ഇതിങ്ങനെ തരും, വിന്ധ്യ എന്ന് തരും കേട്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. വിന്ധ്യ പർവ്വതത്തിന് തെക്കുള്ള, സത്പുര പർവ്വതത്തിന് തെക്കുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്, സത്പുരയാണ് കേട്ടോ. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണിത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയ കുന്നുകൾ എന്നീ മലകൾ നിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായത്. ദക്ഷിൺ അല്ലെ, ദക്ഷിണിൽ നിന്നാണ് ഇത് ഉണ്ടായത്, സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായത്. ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ, സംസ്കൃത പദമാണ്, സംസ്കൃതമാണ്. ദക്ഷിൺ എന്നത് സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദം രൂപം കൊണ്ടത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചിട്ടെന്ന് പറഞ്ഞു, പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും മലനിരകൾക്കിടയിലായിട്ട്, പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും മലനിരകൾക്കിടയിലായിട്ട് സത്പുര പർവ്വതത്തിന് തെക്കു ഭാഗത്തായിട്ടുള്ള വിശാലമായിട്ടുള്ള പീഠഭൂമി പ്രദേശമാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയ കുന്നുകൾ, സത്പുര, മൈക്കല നിര, മഹാദിയ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്ന പരൽ ശിലകൾ ഏതൊക്കെ, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗ്രാനൈറ്റ് അല്ലേ,
ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം അല്ലെ. ഗ്രാനൈറ്റ്, ബസാൾട്ട്, നൈസ് തുടങ്ങിയ പരരൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് മേഖല എങ്ങനെയാണ്? ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഡെക്കാൻ ട്രാപ്പിൽ ഏതാണ്? ബസാൾട്ട് ആണ്. ഡെക്കാൻ ട്രാപ്പിലെ ബസാൾട്ട്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനെ എന്ത് പറയുന്നു? റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്ന് അറിയപ്പെടുന്നു അല്ലെ. റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്ന് അറിയപ്പെടുന്നു. എങ്ങനെയാണ് ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് രൂപം കൊള്ളുന്നത്? ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ഏത് രൂപം കൊള്ളുന്നത്? റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ഫലപുഷ്ടിയും ജലസമ്പന്ന ശേഷിയുമുള്ള മണ്ണാണ് ഏത്? റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. നല്ല ഫലപുഷ്ടിയുമുണ്ട്, അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയുമുണ്ട്. അതുകൊണ്ട് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. അപ്പൊ ഈ മണ്ണിൽ എന്ത് ചെയ്യാം? വേനൽക്കാലത്തും കൃഷി ചെയ്യാം. കാരണം അതിൽ നല്ല രീതിയിൽ ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയും ഇതിലുണ്ട്, റിഗർ മണ്ണില് അല്ലെങ്കിൽ കറുത്ത മണ്ണിലുണ്ട്. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ, അപ്പൊ പരുത്തി കൃഷി ചെയ്യുന്നത് ഏത് മണ്ണിലാണ്? കറുത്ത മണ്ണിലാണ് അല്ലെങ്കിൽ റിഗർ മണ്ണിലാണ്. പരുത്തി കൃഷി ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ശ്രദ്ധിച്ചോ, ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം എന്നിവയൊക്കെ എന്താണ്? ഈ റിഗർ മണ്ണില് ധാരാളമുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളാകുന്ന പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകള് എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളാകുന്ന പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എന്നീ മലനിരകൾ നമുക്ക് ഭൂപടത്തിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് അതിൽ പറയുന്നത്. കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഇവിടെ നോക്കാം. ഇനി നമുക്കറിയാം പശ്ചിമഘട്ടം അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? സഹ്യപർവ്വത നിര എന്നറിയപ്പെടും അല്ലെ. നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് ഇത് സഹ്യപർവ്വത നിരയ്ക്ക് ഉള്ളത്. നമുക്കറിയാം എന്താണ്, നമുക്കിപ്പോ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. നമ്മുടെ കേരളത്തില് നമുക്ക് കൃഷിയാണെങ്കിലും മഴയെ ആശ്രയിച്ചിരിക്കുന്ന ഏത് മൺസൂണാണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. ആ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ധാരാളമായിട്ട് നമുക്ക് കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണം എന്താണ്? പശ്ചിമഘട്ടമാണ് അല്ലെ. ഇനി തെക്ക് കന്യാകുമാരി മുതൽ, ശ്രദ്ധിച്ചോ, തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായിട്ടുള്ള പേര്. നമ്മൾ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചിട്ട് നേരത്തെ പഠിച്ചു. ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് നമ്മൾ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടം, കിഴക്കും പൂർവ്വഘട്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പശ്ചിമഘട്ടത്തെ കുറിച്ചിട്ട് നോക്കാം. തെക്ക് കന്യാകുമാരി മുതൽ, എങ്ങനെയാണ്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന് ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നു. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടം, കിഴക്ക് ഭാഗം പൂർവ്വഘട്ടം. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എക്സാം ഹാളില് വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ, വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഇപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലെ, ഇങ്ങനെ പഠിക്കാറുണ്ട്. അപ്പോ ഇവിടെ നമ്മളിപ്പോ തെക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വടക്ക് എന്ന് പറയാറുണ്ട്. ഒക്കെ ഭൂപടം പുതിയ 2024 മോഡലാണ് കേട്ടോ. അപ്പോ ഇപ്പൊ നമുക്കറിയാം ഇത് വടക്ക് ഭാഗം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് അല്ലെ, വടക്ക് എന്താണ്, ഇവിടെ കന്യാകുമാരി അല്ലെ, തെക്ക് കന്യാകുമാരി. ഈ വടക്ക് നിന്നും തെക്കോട്ട് വരും തോറും എന്താണ് ചെയ്യുന്നത്? പർവ്വതനിരയുടെ ഉയരം കൂടി വരികയാണ് ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇത്? ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. പഠിച്ചോ, 2695 മീറ്റർ ആണ്. അപ്പൊ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ
കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നാണ് പേര്. അപ്പൊ കേരളത്തില് പശ്ചിമഘട്ടം ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കേരളത്തില് ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പശ്ചിമഘട്ട മലനിര കർണാടകം, തമിഴ്നാട് ഭാഗത്തൊക്കെ നീലഗിരി എന്നറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണെങ്കിൽ അതിന് സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നു. അപ്പൊ ആനമുടിയാണ് പിക്ചർ കാണിക്കുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ടയുടെ ഉയരം 2637 മീറ്റർ. ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. അപ്പൊ തമിഴ്നാട്ടില് നീലഗിരി പറഞ്ഞ നീലഗിരിയുടെ മറ്റൊരു പേരെന്താണ്? പശ്ചിമഘട്ടം അല്ലേ? ആ നീലഗിരിയിൽ ഉൾപ്പെട്ട ഒരു കൊടുമുടിയാണ് ഏത്? ദോഡാബേട്ട. അപ്പൊ ഈ ദോഡാബേട്ട എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? നീലഗിരിയിലാണ് അല്ലെ? നീലഗിരി പറയുമ്പോൾ എവിടെയാണ്? പശ്ചിമഘട്ട മലനിരയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് ഇത് ദോഡാബേട്ട കൊടുമുടി 2637 മീറ്റർ. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമായ ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട നിരയിലാണ്. ഉപദ്വീപീയ നദികൾ അല്ലെ? ഉപദ്വീപീയ നദികൾ വരുമ്പോ ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? നർമ്മദ, താപ്തി, കൃഷ്ണ, കാവേരി അല്ലെ? ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയൻ നദികളാണ്. ഗോദാവരി. ഉപദ്വീപീയ നദിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. രണ്ടാമത്തെ നദി ഏതാണ്? കൃഷ്ണയാണ്. വലിപ്പത്തിൽ കേട്ടോ. പിന്നെ അതുപോലെ ഇതൊക്കെ ഈ മൂന്ന് നദികളും എവിടെയാണ് പതിക്കുക? ഉപദ്വീപീയ നദിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കിഴക്ക് പതിക്കുന്നു അല്ലെ? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇത് രണ്ടും പടിഞ്ഞാറ് നർമ്മദയും താപ്തിയും പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്നു. ഇതിൽ ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അതായത് ഈ പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏത്? ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി ഇതൊക്കെ ഏതിൻ്റാണ്? പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചിമഘട്ടമാണോ ഉയരം കൂടുതൽ? പൂർവ്വഘട്ടമാണോ? പശ്ചിമഘട്ടമാണ് ഉയരം കൂടുതൽ. താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുനിരയാണ് ഇത്? പൂർവ്വഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ എവിടെയാണ്? ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ നീളം. നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞു? 1600 എന്ന് പറഞ്ഞു അല്ലെ? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു. എങ്കിൽ പൂർവ്വഘട്ടം എവിടെയാണ്? ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം എത്രയാണ്? 800 അല്ലെ? 800. അത് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ പൂർവ്വഘട്ടം 800. 8ന്റെ ഇരട്ടി നോക്കിക്കേ. 8 16. അതിന്റെ ഇരട്ടിയാണ് ഇത് പശ്ചിമഘട്ടം എന്നുള്ളത് കണക്ട് ചെയ്യാട്ടോ. അല്ലെങ്കിൽ പശ്ചിമഘട്ടം മാത്രം പഠിക്കുക 1600. അതിന്റെ പകുതിയാണ് എത്ര? പൂർവ്വഘട്ടത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്നു. ഉപദ്വീപീയ നദികൾ കിഴക്കൻ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളില് സംഗമിക്കുന്നു. അപ്പൊ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം പ്രീവിയസ് ആണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സംഗമിക്കുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? അപ്പൊ നമ്മൾ ഈ ഭാഗം ഇതിനെ കുറിച്ചിട്ടാണ്? പൂർവ്വഘട്ടത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും തമ്മിലുള്ള എന്തൊക്കെയാണ് വ്യത്യാസം? പശ്ചിമഘട്ടത്തെക്കാൾ ഉയരം കുറവാണ് പൂർവ്വഘട്ടത്തിന്. പശ്ചിമഘട്ടത്തിന്റെ നീളം 1600. 1600ന്റെ പകുതി ഇതിനെടുക്കുക, പൂർവ്വഘട്ടത്തിന് എടുക്കുക. പൂർവ്വഘട്ടത്തിലെ മലനിരകളാണ് ഏതാ? ജാവടിക്കുന്ന്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി എന്നൊക്കെ. എവിടെ നിന്നാണ് പൂർവ്വഘട്ടം തുടങ്ങുന്നത്? ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ എത്രയാണ്? 800 കിലോമീറ്റർ ആണ്. ഇനി എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുണ്ട് അല്ലെ? നമ്മൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളൊക്കെ പറഞ്ഞു. കൃഷ്ണ, കാവേരി, ഗോദാവരി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ എന്താണ്? പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തിയിട്ട് കിഴക്കൻ തീരസമുദ്രത്തിലൂടെ ഒഴുകുന്നു. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥാനം നീലഗിരിയാണ്. ഇനി നമുക്ക് മധ്യ ഉന്നത തടത്തെ കുറിച്ചിട്ട് നോക്കാം. മധ്യ ഉന്നത
ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ രണ്ടാക്കി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം പറഞ്ഞു. അതിൽ ഡക്കാൻ പീഠഭൂമി എന്താണ് പഠിച്ചു. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവ്വഘട്ടത്തെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഭാഗമായ മധ്യ ഉന്നതത്തെ കുറിച്ചിട്ട് നോക്കാം. സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടം. ശ്രദ്ധിക്കണം, സത്പുരയാണ്. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് അരാവലി പർവ്വതമാണ്. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ, ഏത് പ്രദേശത്തിന്റെ, മധ്യ ഉന്നത തടത്തിന്റെ പ്രദേശം എന്ന് വിളിക്കപ്പെടുന്ന പേരാണ് മാൾവ പീഠഭൂമി. ഈ മായും കണക്ട് ചെയ്യാട്ടോ. ഇതിന്റെ പടിഞ്ഞാറേ അരിക് എന്താണ്? അരാവലി പർവ്വതമാണ്. ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര എന്ന് പറയുന്നത്. എന്താണ്? പ്രായം എങ്ങനെയാണ്? അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ചിട്ടാണ് കേട്ടോ. ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് പ്രായം ചെന്ന, അല്ലെ, ഒരുപാട് പ്രായം കൂടുതലാണ്, പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒരു മടക്കു പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? അരാവലി പർവ്വതനിര ഒരു മടക്കു പർവ്വതമാണ്, അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതമാണ്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അരാവലി നിരയിലാണ്. നമ്മളിപ്പോ അരാവലി എന്ന് പറയുമ്പോൾ നമ്മൾ ആരവല്ലി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ. ആരവല്ലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ഏതിലാണ്? ആരവല്ലി നിരയിലാണ്. ഇപ്പൊ നമുക്ക് ഓപ്ഷനിൽ അരാവലി എന്ന് തന്ന, അയ്യോ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നമ്മൾ പറയില്ലേ. പക്ഷെ എല്ലാട്ടോ SART-ലൊക്കെ അരാവലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കാം ആരവല്ലി എന്ന് പഠിക്കാം. അപ്പൊ മൗണ്ട് അബു എന്ന തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ഏത് തന്നെയാണ്? മൗണ്ട് അബു ആണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പഠിച്ചോ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് അബു. മാൾവ പീഠഭൂമിയിലെ മാ എന്ന അക്ഷരം അല്ലേ, അപ്പൊ മാ എന്ന ഒരു കൊടുമുടി തന്നെ ഇരിക്കട്ടെ കേട്ടോ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലി പർവ്വതനിരയിലാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഇത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിന്റെ അല്ലെങ്കിൽ മാൾവ പീഠഭൂമിയുടെ എന്നും പറയാട്ടോ. അതിന്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ധാതു സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. പഠിക്കണം, ധാതു ഏറ്റവും നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഛോട്ടാ നാഗ്പൂർ പ്രദേശം. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതു വിഭവ സമ്പന്നമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ എന്തൊക്കെ ധാതുക്കളാണ്? ഇരുമ്പയിരും ബോക്സൈറ്റും മാംഗനീസും ചെമ്പും ഒക്കെ നിറഞ്ഞ ലോഹധാതുക്കൾ ധാരാളം കാണപ്പെടാം. അതുപോലെ തന്നെ അലോഹധാതുക്കളായിട്ടുള്ള ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മേഖലയെ ധാതു സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കിതിൽ നീലഗിരിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലകളിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രമാണ് ഊട്ടി, കുന്നൂർ, കോട്ടഗിരി. നമ്മൾ കോത്തഗിരി പറയാറില്ലേ, ഇതിൽ കോട്ടഗിരി അല്ലെ, കോത്തഗിരി എന്ന് നമ്മൾ പറയും, കുന്നൂര് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി, അതായത് ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷികളും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം എന്ന് പറയുന്നത് എന്താണ്? നീലഗിരിയാണ്. ഏതാണ്? നീലഗിരി. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം പറഞ്ഞിട്ടായിരുന്നു, ഇപ്പോൾ ഉത്തരമഹാസമുദ്രം, ഉത്തരപർവ്വത മേഖല പഠിക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥകളും അവിടുത്തെ ജനവാസങ്ങളും അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ അടുത്ത ലെസൺ ഉത്തരമഹാസമുദ്രത്തെ ഇപ്പോഴും എന്താണ്?
അവിടുത്തെ മനുഷ്യജീവിതം എങ്ങനെയാണ്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അവിടെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അതുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിലും ഈ ഉപദ്വീപീയ പീഠഭൂമിയിലും പഠിക്കാനുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ വൈവിധ്യം എന്താണെന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ. എന്താണ്? ഉഷ്ണമേഖല കേട്ടോ, ഉഷ്ണമേഖല ശ്രദ്ധിക്കണേ, ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥ എന്താണ്? വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചോ. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എത്രണ്ണം തന്നിട്ടുണ്ട്? 5 എണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഒന്ന് ഉപദ്വീപിന്റെ സവിശേഷമായ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ ബാധിക്കുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം, 2 ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, ത്രികോണാകൃതി നമ്മൾ പറഞ്ഞില്ലേ, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്തോറും എന്താണ്? ചൂട് കൂടും അല്ലേ. അതുപോലെ പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് ശരാശരി താപം എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. മാർച്ച് മാസത്തിൽ ഡക്കാൻ പീഠഭൂമിയിലെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ്. ഉയരം കൂടുന്തോറും എന്താണ്? താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. കാരണം പർവ്വത പ്രദേശങ്ങളിലാവുമ്പോൾ അവിടെ മഞ്ഞ് വീഴ്ചയും ഒക്കെ കാരണം കൊണ്ട് എന്താണ്? താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉഷ്ണകാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. ഡക്കാൻ പീഠഭൂമിയിൽ എത്രയാണ്? 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. ഇനി നോക്കൂ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ കായാന്തരിത ശിലകൾക്ക് ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില അല്ലെ, 3 ശിലയാണ്. അതിൽ കായാന്തരിത ശിലയിൽ വരുന്നതാണ് ഇത് മാർബിളും സ്ലേറ്റും നൈസും എന്ന് പറയുന്നത്. അതേപോലെ അതെന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കായിട്ട് വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം തന്നെയാണ് ഏത്? മേഘാലയ പീഠഭൂമി എന്ന് പറയുന്നുണ്ട്. ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഇതെന്ത് ചെയ്യുന്നു? വേർപെട്ടതായിട്ടായിരിക്കാം വേർപെട്ടിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മേഘാലയ പീഠഭൂമി വേറിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അതെന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിരുന്നു എന്നും ഭൂമിയുടെ ചലനങ്ങൾ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഈ പീഠഭൂമി വിട്ടുനിന്നത് എന്നാണ് പറയുന്നത്. ഗുജറാത്തിലെ കച്ച്, കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതൊക്കെ എന്ന് പറയുന്നത്? കായാന്തരിത ശിലാനിർമ്മിത വിഭാഗങ്ങൾ. ഇവിടെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കേട്ടോ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന കായാന്തരിത ശിലകളായ മാർബിളും സ്ലേറ്റും നൈസും എന്നാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്സാൽമീർ. അതുപോലെ തന്നെ നമ്മുടെ മേഘാലയ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗുജറാത്തിലെ കച്ച്, കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകളും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് കണ്ടുവരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. കാരണം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം മഴ ലഭിക്കുന്നത്. പക്ഷെ മറ്റു പ്രദേശങ്ങളിലേക്ക് എന്താണ്? മഴ കുറവ് ആണ്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയർന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ മഴ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. അതായത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ അരികിലാണ് ധാരാളം മഴ ലഭിക്കുന്ന പറയുന്നത്. എത്രയാണ്? 250 സെന്റിമീറ്റർ മുതൽ 400, നല്ല മഴയാണല്ലോ. അപ്പോൾ 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്? പടിഞ്ഞാറ് മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവില് താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ, ഈർപ്പരഹിതമാണ് അല്ലെ, എന്താണ്? അവിടെ നനവില്ല. അതുകൊണ്ട് തന്നെ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ.
അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ധാരാളമായിട്ട് മഴ ലഭിക്കുന്നത്, 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെ. അതിന് കാരണം എന്താണ് പടിഞ്ഞാറൻ ഭാഗത്ത് നല്ല രീതിയിൽ മഴ ലഭിക്കാൻ കാരണം എന്താണ്? ഈർപ്പവാഹിയായ വായു കണ്ടോ, പടിഞ്ഞാറേ ചരിവിൽ തട്ടിയിട്ട് ഉയരുന്ന ഈർപ്പമുണ്ട്. വായുവിന് എന്താണ്? നനവുണ്ട്, ഈർപ്പമുണ്ട്. അത് വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്തെ വലിയ തോതിൽ മഴയ്ക്ക് കാരണമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പടിഞ്ഞാറൻ ഭാഗത്ത് ധാരാളം മഴ ലഭിക്കുന്നത്. എന്നാൽ കിഴക്കൻ ഭാഗം, പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗം എത്തുമ്പോൾ എന്താണ്? മഴ വളരെ കുറവാണ്. അത് കാരണം എന്താണ്? അവിടെ ഈർപ്പരഹിതമായിട്ടുള്ള വായു കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ മഴ വളരെ കുറവാണ്. എത്രയാണ് ആകെ കിട്ടുള്ളൂ? 50 സെന്റിമീറ്റർ കുറവ് മാത്രമാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ മഴ വളരെ കുറവാണ്, 50 സെന്റിമീറ്റർ താഴെ മാത്രമേ ലഭിക്കൂ. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. റെയിൻ ഷാഡോസ് റീജിയൻസ് എന്ന് അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദികളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കാറുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കഴിഞ്ഞു. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിലെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപ് പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വലിയ തോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അപ്പൊ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ എന്താണ്? ധാരാളം മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? തെക്കു പടിഞ്ഞാറാണോ? അല്ല, വടക്ക് കിഴക്കൻ മൺസൂണിനാണ്. വടക്ക് കിഴക്കൻ മൺസൂണിലാണ് എവിടെ മഴ ലഭിക്കുക? തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊക്കെ. തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം മഴ ലഭിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇവിടെ മഴനിഴൽ പ്രദേശങ്ങൾ കണ്ടോ, കാറ്റിന് അഭിമുഖമായ വശം, കാറ്റിന് പ്രതിമുഖമായ വശം. വായു ഘനീഭവിച്ച് മഴമേഘങ്ങള് രൂപപ്പെടുന്നു കണ്ടോ. ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് കടലിൽ നിന്ന് ഈർപ്പവാഹിയായ കാറ്റായിട്ട് മാറി അത് മഴമേഘങ്ങളായിട്ട് രൂപപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? ധാരാളം കാറ്റിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് മഴ ലഭിക്കുകയാണ്. ഇനി മഴനിഴൽ പ്രദേശം കണ്ടോ, ഈർപ്പരഹിതമായിട്ടുള്ള കാറ്റാണ് അല്ലെ. അതേപോലെ ബാഷ്പീകരണം സംഭവിക്കുന്നതുമൊക്കെ. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ കണ്ടോ, ഇതുണ്ടോ കടല്. ഈ കടലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ നിന്നും കാറ്റ് വരുന്ന സമയത്ത് എന്താണ്? തണുപ്പുണ്ടാവും അല്ലെ. ആ ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ എവിടെ തട്ടുകയാണ്? പർവ്വതങ്ങളിൽ തട്ടുകയാണ്. എവിടെയാണ്? പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയർന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്തെ ധാരാളം മഴ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഉപദ്വീപീയ നദികൾ കണ്ടോ. ഉപദ്വീപീയ നദികള് പശ്ചിമഘട്ടം, പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിന്റെ ഭാഗം, പൂർവ്വഘട്ടം കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലില്, പടിഞ്ഞാറൻ അതിർത്തി പൂർവ്വഘട്ടം എന്ന് പറയുമ്പോൾ കിഴക്കിന്റെ അതിർത്തി കേട്ടോ. കണ്ടോ, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം, അതായത് പടിഞ്ഞാറൻ തീരസമതലം, അറബിക്കടല്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് വശത്താണ് പൂർവ്വഘട്ടം, അതുപോലെ കിഴക്കൻ തീരസമതലം, അതുപോലെ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലില്. നോക്കൂ, ഇതിൽ ഉയർന്ന ഭാഗമാണ് ഇത് പശ്ചിമഘട്ടം അല്ലെ. പശ്ചിമഘട്ടമാണ് ഏറ്റവും ഉയർന്ന. ചിത്രത്തിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ്. ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നതതലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരവലിയ നിരയും ചേർന്ന് ഉപദ്വീപീയ നീരൊഴുക്കിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാളിൽ ഉൾക്കൊള്ളുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് കൃഷ്ണ, കാവേരി, ഗോദാവരി, ഇതൊക്കെ ഏതാണ്? കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപ നദികളാണ് നർമ്മദയും താപ്തിയും. രണ്ടെണ്ണം വരുന്നോട്ട് നർമ്മദയും താപ്തിയും. ഇനി വടക്കോട്ട് ഒഴുകിയിട്ട് യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളും. വടക്കോട്ട് ഒഴുകിയിട്ട് ഏതിലാണ്? യമുനയിലും ഗംഗയിലും ചേരുന്ന നദികള്.
ഇനി കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മം എടുക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലാണ് കേട്ടോ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ, അതായത് പടിഞ്ഞാറിൽ നിന്നും ഉത്ഭവിച്ചിട്ടാണല്ലോ കിഴക്കോട്ട് പതിക്കുന്നത്. അപ്പോ അങ്ങനെ ചിന്തിക്കണം. കിഴക്കോട്ട് നിന്ന് ഉത്ഭവിച്ചിട്ട് കിഴക്കെന്ന് പതിക്കുവോ? ഇല്ല. പടിഞ്ഞാറ് നിന്നും അല്ലെ, പടിഞ്ഞാറ് നിന്നും ഉത്ഭവിച്ചിട്ട് എവിടെയാണ്? ഇത് പടിഞ്ഞാറ് അല്ലെ. പടിഞ്ഞാറ് നിന്നും ഉത്ഭവിച്ചിട്ട് എന്ത് ചെയ്യണേ? കിഴക്കോട്ട് വന്നിട്ട് പതിക്കുകയാണ്. അപ്പൊ ഈ പടിഞ്ഞാറ് എവിടെയാണ്? പശ്ചിമഘട്ടം അല്ലേ. ഇനി വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം. എന്താണ് വൃഷ്ടിപ്രദേശം? കാച്ച്മെന്റ് ഏരിയ. ഒരു നദിയിലേക്ക് ജലം ഒഴുകി എത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. എന്താണ് വൃഷ്ടിപ്രദേശം? ഒരു നദിയിലേക്ക് എന്ത് ചെയ്യാണ്? ജലം ഒഴുകി എത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഇനി നീർത്തടം, ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുമ്പോൾ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. വൃഷ്ടിപ്രദേശം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഒരു നദി അല്ലെ. ഇതിപ്പോ ഒരു നദിയാണ്. എന്ത് ചെയ്യാണ്? ആ നദിയിലേക്ക് എന്ത് ചെയ്യാണ്? ജലം ഒഴുകി എത്തുകയാണ് അല്ലെ. ആ എത്തുന്ന സമയത്ത് അവിടെ ഒരു നിശ്ചിത പ്രദേശം ഉണ്ട് അല്ലെ. ആ പ്രദേശമാണ് ഇത് വൃഷ്ടിപ്രദേശം. ഇനി നീർത്തടം എന്താണ്? ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത്. ഇനി ജലവിഭാജകം, രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയെ രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ട് നോക്കാം. മഹാനദി അല്ലെ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ 4 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പടിഞ്ഞാറിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കിഴക്കോട്ട് ഒഴുകിയിട്ട് എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലില് പതിക്കുന്നു. മഹാനദിയിൽ ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിംഹാവിൽ നിന്നാണ്. എവിടെയാണ്? റായ്പൂരിലെ സിംഹാവിൽ നിന്നാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ് പ്രീവിയസ് ആണ്. എവിടെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശിലൊക്കെ ആയിട്ടാണ് ഈ മഹാനദി കാണപ്പെടുന്നത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഇനി ഗോദാവരി, ഉപദ്വീപീയ നദിയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവം. പ്രണഹിത, നമ്മൾ പ്രാണഹിത എന്ന് പഠിക്കാറുണ്ട് അല്ലെ. പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി, ഇതൊക്കെ എന്താണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശിലൊക്കെ ആയിട്ടാണ് ഗോദാവരി കാണപ്പെടുന്നത്. ഇനി കൃഷ്ണ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ അല്ലെ. കൃഷ്ണൻ മഹാബലവാനാണ് അല്ലെ. മഹാബലേശ്വർ, തുംഗഭദ്ര, ഭീമ, കൊയ്ന, ഇതൊക്കെ എന്താണ്? കൃഷ്ണയുടെ പോഷക നദികളാണ്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശിലായിട്ടാണ് കാണപ്പെടുന്നത്. കാവേരിയോ, ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി, പാമ്പാറും ഇതൊക്കെ എന്താണ്? പോഷക നദികളാണ് അല്ലെ. കർണാടകം, തമിഴ്നാട്, കേരളത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കാവേരി നദീജല തർക്കം അല്ലെ. തമിഴ്നാടും നമ്മുടെ കർണാടകയുമായിട്ട് അല്ലെ, കർണാടകയും തമിഴ്നാടുമായിട്ടുള്ള കാവേരി നദീജല തർക്കത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായിട്ട് തർക്കം നിൽക്കുന്നു. അപ്പൊ കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമില്ല, കർണാടകവും തമിഴ്നാടുമാണ് കേട്ടോ. കർണാടകവും തമിഴ്നാടുമാണ്. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ 1924 മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനം, അതായത് 1924 ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറ് പ്രകാരം ഈ കാവേരിയിൽ നിന്നുള്ള ജലം ഏറ്റവും കൂടുതൽ എവിടേക്കാണ്? മദ്രാസ് പ്രസിഡൻസിയിലേക്ക് കൂടുതൽ അനുകൂലമായി. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും എന്ത് ചെയ്തു? നിലപാടെടുത്തു. അങ്ങനെ പ്രശ്നം പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. അപ്പൊ കാവേരി നദീജല തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ട്രിബ്യൂണലിനെ നിയമിച്ചത് എപ്പോഴാണ്? 1990. അത് കഴിഞ്ഞു 2007 പുറത്തു വന്ന അന്തിമ വിധി എപ്പോഴാണ് വന്നത്? 2007 കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം എന്ത് ചെയ്യാണ്? തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിന്. അപ്പൊ ആർക്കാണ് കുറവ്? കർണാടകത്തിന് അല്ലെ. 419 TMC ജലം തമിഴ്നാടിന്, 270 TMC കർണാടകത്തിന്, 30 TMC ജലം നമ്മുടെ കേരളത്തിന്, 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തില് നിശ്ചയിച്ചു. 2007 റിപ്പോർട്ട് പ്രകാരം അപ്പോഴും കാവേരി നിന്നുള്ള ജലം ആർക്ക് തന്നെയാണ് കൂടുതൽ? തമിഴ്നാട്ടിന് തന്നെയാണ്. തമിഴ്നാട് TMCക്ക് 419 ഉണ്ട്. പിന്നെയോ
ഇത് പ്രകാരം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ആണ് ആർക്കുള്ളത്? കർണാടകത്തിന്. നമ്മുടെ കേരളത്തിന് എത്രയാ മാത്രം? 30 TMCയും 7 TMC കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിക്കുമാണ്. ഒരു TMC പറയുന്നത് എത്രയാണ്? 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. ഒരു TMC പറയുമ്പോൾ 1000 ദശലക്ഷം ക്യൂബിക് അടി. അപ്പൊ 7 TMC എന്ന് പറയുമ്പോൾ എത്രയായി നോക്കിക്കേ? 7000 ദശലക്ഷം ക്യൂബിക് അടി അല്ലെ? അപ്പൊ ഇത്രയും നോക്കാം. തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചന ഹർജികൾ കോടതിയുടെ ഇപ്പോഴും എന്താണ് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപ നദി. നമ്മൾ പറഞ്ഞു. ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. 1465 കിലോമീറ്റർ നീളം. 1465 കിലോമീറ്റർ നീളം. 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശം വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നു. 3.13. ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ നമ്മുടെ പഴയ SCRT-യിലൊന്നും നമുക്ക് ഇങ്ങനെ 3.13 ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരിയാണ്. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. എത്ര നീളം? 1465 കിലോമീറ്റർ നീളം. എത്രയാണ് വിസ്തൃതി? 3.13 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുന്നത്. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നു. ഇനി ഉപദ്വീപ പീഠഭൂമിയിലെ രണ്ടാമത്തെ നദി ഏതാണ്? കൃഷ്ണയാണ്. മൂന്നാമത്തെ നദി ഏതാണ്? കാവേരിയാണ്. ഏതാണ്? കാവേരി. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. കാരണം ഹിമാലയ നദികൾ പോലെ അത്രത്തോളം ജലം എവിടെ ഉണ്ടാകില്ല? ഉപദ്വീപീയ നദികളിൽ ഉണ്ടാകാറില്ല. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇനി വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ പറയും ഉപദ്വീപീയ നദിയിൽ വേനൽക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ല വരണ്ടിട്ടാണെന്ന് പറയുന്നത്. പക്ഷെ കാവേരി നദിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? വർഷം മുഴുവൻ നീരൊഴുക്കിലൊന്നും വലിയ കാര്യമായിട്ട് കുറവുണ്ടാകില്ല. ഉഷ്ണകാലത്തെ ഈ നദിയുടെ വൃഷ്ടി പ്രദേശത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്തെ വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഹിമാലയൻ നദികൾ പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും പഠിക്കാറുണ്ട്. ഹിമാലയൻ നദികൾ പറയുമ്പോൾ എന്നും നമുക്ക് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു നദികളാണ്. സിന്ധു. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികൾ നമ്മൾ പറഞ്ഞു ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നർമ്മദ, താപ്തി ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. അതിൽ ഉപദ്വീപീയ നദിയിൽ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മഹാനദി, പിന്നെ ഗോദാവരി, കൃഷ്ണ, കാവേരി ഇതൊക്കെ എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഉപദ്വീപ പീഠഭൂമിയിലെ ഈ കിഴക്കോട്ട് ഒഴുകുന്ന നദികളില് എല്ലാം എന്താണ്? വേനൽക്കാലം എത്തുന്ന സമയത്ത് നല്ലോണം വറ്റി വരണ്ട് പോകാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ കാവേരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാറില്ല? വേനൽക്കാലത്താണെങ്കിലും വരൾച്ച ഉണ്ടാകാറില്ല. കാരണം വേനൽക്കാലത്ത് വരൾച്ച ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാവേരിയുടെ വൃഷ്ടി പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? തെക്കു പടിഞ്ഞാറ് മൺസൂൺ മഴയും ലഭിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും എന്ത് ചെയ്യുന്നു? ഈ കാവേരിയിൽ ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഉപദ്വീപ പീഠഭൂമിയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നോക്കാം. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമുദ്രത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻധാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പൊ നർമ്മദ നദിയിൽ കാണപ്പെടുന്നതാണ് ഏതാ? ജബൽപൂരിന് സമീപത്തുള്ള ദുവാൻധർ വെള്ളച്ചാട്ടം. എവിടെയാണ്? നർമ്മദയിലാണ്. ജബൽപൂരിന് സമീപമുള്ള ദുവാൻധർ വെള്ളച്ചാട്ടം എവിടെയാണ്? ദുവാൻധർ വെള്ളച്ചാട്ടം. ദുവാൻധർ എവിടെയാണ്? ദുവാൻധർ എവിടെയാണ്? നർമ്മദ നദിയിലാണ്. എന്താണ് ഈ ദുവാൻധർ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത? മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപത്തുമായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ദുവാൻധർ വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും എവിടെയാണ്? നർമ്മദയിലാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നർമ്മദയെ ശ്രദ്ധേയമാക്കുന്നത്.
നമുക്ക് എന്താ നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്നാണ്. നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്നാണ്. പോഷക നദികൾ ഹിരണും ബഞ്ചാറും. നർമ്മദയുടെ പോഷക നദികൾ ഹിരൺ, ബഞ്ചാർ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും. ഇനി താപ്തി മധ്യപ്രദേശിലെ മുൾട്ടായി എന്ന പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർന താപ്തിയുടെ പോഷക നദികളാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ എന്താണ്? ഇത് താപ്തിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് സിലബസിലെ ഒരു മൊഡ്യൂൾ എടുത്ത് തന്നിട്ടുണ്ടല്ലേ, അതിൽ തന്നെ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഴയ SCRTയും പുതിയ SCRTയും പഠിച്ചാൽ തന്നെ എന്തായി ഇന്ത്യൻ ജോഗ്രഫി അവിടെ കംപ്ലീറ്റ് ആയി നന്നായി പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 3-4 ക്വസ്റ്റ്യൻ ഒക്കെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ SCRT മാത്രം നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാട്ടോ. ഓരോ വരി അങ്ങോട്ട് അരച്ച് കലക്കി അങ്ങോട്ട് കുടിക്കുക. പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ ഗൈഡും ഇതൊന്നും തേടിയിട്ട് അവിടെയും ഇവിടെ വീഡിയോ കാണാൻ ഒന്നും പോണ്ട. ഇത് നമ്മൾ വീണ്ടും എടുത്ത് പറയുകയാണ്. ഇപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലെ ഇനിയിപ്പോൾ നാളെ ഒരു ലെസണോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, 9ാം ക്ലാസ്സിലെ നമ്മുടെ 7, 5, 7, 9 സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി കഴിഞ്ഞു, പിന്നെ ജോഗ്രഫി കഴിഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ബയോളജിയിലേക്ക് കിടക്കുകയാണ്. ആ ബയോളജി കൂടി ബയോളജിയിലെ സയൻസ് അല്ലേ, അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി പഴയ SCRT എടുക്കുക. പഴയ SCRTയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് പഴയ SCRTയിൽ ഏതൊക്കെ ലെസൺ ആയിക്കോട്ടെ 5 മുതൽ 10 വരെയുള്ള എല്ലാ ലെസണും ഉൾപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ പുതിയ SCRTയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയത് കേട്ടോ, ന്യൂ, അതിൽ കോൺസ്റ്റിറ്റ്യൂഷനും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു ക്ലാസ് തരാം. ഒരു ക്ലാസ്സോ 1-2 ക്ലാസ്സുകൾ നമുക്ക് തരേണ്ടി വരും, കാരണം ലെങ്തി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ജോഗ്രഫി എടുക്കുക. അതേപോലെ ഓൾഡും ന്യൂ എന്തൊക്കെ ഇന്ത്യൻ ജോഗ്രഫി ആയിട്ട് പഠിക്കാണ്ടോ അത് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരള ജോഗ്രഫി എടുക്കുക. കേരള ജോഗ്രഫി അതേപോലെ ഓൾഡും ന്യൂലും എന്തൊക്കെയുണ്ടോ അത് ഫുള്ളും തരാം. അതുപോലെ നമുക്ക് എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുക, കേരള ഹിസ്റ്ററി എടുക്കുക. അങ്ങനെ ഓരോരോ മൊഡ്യൂൾ ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുക, പഴയതിലും പുതിയതിലും എന്തൊക്കെ പഠിക്കാനുണ്ടോ അതങ്ങനെ ചെയ്തു തരാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്ലാസ്സുകൾ നമ്മളങ്ങനെ പിന്നെ ഒന്ന് ഡല്ലാവും അല്ലേ. നിങ്ങൾക്കും ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു എനർജി തരുമ്പോഴല്ലേ നമ്മൾ പഠിക്കുക. ഒരാൾ നമുക്ക് സപ്പോർട്ട് വേണം അല്ലേ. നമുക്ക് പഠിക്കാനാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇതാക്കുന്ന ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയുന്നവരല്ലേ. നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ടെൻഷനോ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് പഠിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എക്സാമിന് അതിനനുസരിച്ചിട്ട് നമുക്ക് വിൻ ചെയ്യാനും കഴിയില്ല. നമ്മളവിടെ പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക തരാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതായത് 3/4 ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴേക്കൊന്ന് കമന്റ് ചെയ്തിട്ട്. ഇത്രയും നിങ്ങൾക്ക് ചിലവുള്ളൂ, വേറെ പൈസ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ പരമാവധി ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധ സമരം നർമ്മദയിലാണ് കേട്ടോ. നർമ്മദയിലെ വലിയ ജലസംഭരണികൾ എതിരെയാണ്, നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ല, വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിന് എതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായി. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ വലിയ വലിയ ഇതിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, എന്താണ് സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്തില്, അതേപോലെ നർമ്മദ അണക്കെട്ട്, ഇതൊക്കെ എന്താണ് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും, അപ്പൊ ഇതൊക്കെ അണക്കെട്ടൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് എന്താണ് അവിടെയുള്ള ജനവിഭാഗങ്ങളെ ഒഴിപ്പിക്കണം വരും അല്ലേ. അതൊക്കെ എന്താണ്, അതിനൊക്കെ എതിരെയാണ് എന്ത് ചെയ്തത്, ഈ പ്രക്ഷോഭം കൊണ്ടുവന്നത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ളവരെ നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ്. കണ്ടോ, നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ അല്ലെ നയിച്ചത് ആരാണ്, മേധാ പട്കർ ആണ്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, കാര്യമായിട്ടുള്ള പുരോഗതിക്ക് സാധിച്ചു. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേർന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്, ഗംഗയുടെ പോഷക നദികളായ അല്ലെ, ഗംഗയുടെ പോഷക നദികൾ എന്നൊക്കെ ചമ്പല്, പാൾവ, ഇതാണ് ചമ്പല് ഗംഗയുടെ പോഷക നദികളാണ്.
മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. റവൈനുകൾ, ചമ്പൽ റവൈനുകൾ. എന്താണ് ചമ്പൽ റവൈൻ? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളെ ആണ് ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത്. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഹിരാക്കുഡ്, അതായത് ഉപദ്വീപീയ നദികളിൽ ഉള്ളതാണ് ഏതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഏത് സംസ്ഥാനത്തില്? ഒഡീഷയില്. തുംഗഭദ്ര നദീതട പദ്ധതി, അത് തുംഗഭദ്ര നദി തന്നെയാണ്. തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. തുംഗഭദ്ര കർണാടകയിലാണ്. സർദാർ സരോവർ നർമ്മദയിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. കൃഷ്ണ രാജ സാഗർ കാവേരിയിലാണ്, കർണാടകയിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഈ ടേബിള് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഏത് എക്സാം ആണ്? നമ്മുടെ ഗാന്ധി ബോർഡാണോ? ഗാന്ധി ബോർഡിൽ ഏതെങ്കിലും ഈ ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബോക്സിൽ നിന്നാകാം എന്നാണ് തോന്നുന്നത്. കാരണം ഇതേ ഓപ്ഷൻസ് ഇതിലുള്ള തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് തന്നിരിക്കുന്നത്. അതിൽ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. തുംഗഭദ്ര കൃഷ്ണയുടെ പോഷക നദിയായ തുംഗഭദ്രയിൽ തന്നെയാണ്. തുംഗഭദ്ര കർണാടകയിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. കൃഷ്ണരാജസാഗറോ പറയുമ്പോൾ കൃഷ്ണ നദിയിലേക്ക് എടുക്കരുത് കേട്ടോ, കാവേരിയിലാണ്, കർണാടകത്തിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്, ആന്ധ്രാപ്രദേശ്. ഇനി എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചിട്ട് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. കണ്ടോ, ഇതിപ്പോ നദി, ഈ നദിയിൽ എന്താണ്? ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? അണക്കെട്ട് നിർമ്മിച്ചിട്ട് ഇവിടെ കൃഷിക്കും കുടിവെള്ളത്തിനും ഒക്കെ എന്ത് ചെയ്യും? ജലസേചനങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുത ഉൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഇപ്പൊ നമ്മൾ ഡാം കാണാൻ പോകാറില്ലേ? എന്തിനാണ് ഡാം കാണാൻ പോകുന്നത്? അതൊരു വിനോദസഞ്ചാരത്തിൽ ഉൾപ്പെട്ടില്ലേ? അങ്ങനെ ഡാം അവിടെ കെട്ടിയത് കൊണ്ടല്ലേ നമ്മളത് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനം ചെയ്യാറില്ലേ? വെള്ളപ്പൊക്കം, ഒന്നായിട്ട് വെള്ളം വരുന്ന സമയത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതേപോലെ മത്സ്യബന്ധനം നടത്താം, വിനോദസഞ്ചാരം, ഇതൊക്കെ എന്താണ്? വിവിധോദ്ദേശ നദീതട പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ഇനി നമുക്ക് നമ്മുടെ ഉപദ്വീപ് പീഠഭൂമിയത്തെ നൈസർഗിക സസ്യജാലം എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായിട്ടാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപദ്വീപ് പീഠഭൂമിയിലത്തെ നൈസർഗിക സസ്യജാലം എങ്ങനെയാണ് എന്ന്. ഉപദ്വീപ് പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ്. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് 70 to 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത് വരെ അവിടെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇനി മഴയുടെ ഏറ്റക്കുറച്ചുകൾ മുൻനിർത്തിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം നൈസർഗിക സസ്യജാലത്തെ. ഒന്ന് ആർദ്ര ഇലപൊഴിയും കാടുകളും, വരണ്ട ഇലപൊഴിയും കാടുകളും. ആർദ്രം പറയുമ്പോൾ എന്താണ്? കുറച്ച് നനവുണ്ടാവും അല്ലേ, മോയിസ്റ്റ് ഉണ്ടാവും. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. വരണ്ടതാകുമ്പോൾ ഡൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പൊ 100 to 200 പറയുമ്പോൾ ആർദ്രമാണ്. അപ്പൊ വരണ്ടതാകുമ്പോഴോ ഇതിനേക്കാൾ താഴെയായിരിക്കും അല്ലേ. 100 to 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നവിടെയാണ് ഇത് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യങ്ങളാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ചോട്ടാനാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് തേക്ക്, സാല്, ശിഷം, മൗവ, ചന്ദനം. ഇനി
100 to 200 പറഞ്ഞു, നമ്മൾ ആർദ്രം എന്ന് പറഞ്ഞു. അപ്പൊ വരണ്ടതാവുമ്പോഴോ അതിനേക്കാൾ സെന്റിമീറ്റർ മഴ കുറവായിരിക്കും അല്ലേ. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണുള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ വരണ്ട എന്താണ് മഴ ഇത് കാണുന്ന സമയത്ത് വരണ്ട ചെടികൾ കാണുന്നത് ഏതൊക്കെയാണ്? തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് എന്താണ് ഇവിടെ സാധാരണമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആർദ്ര ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും വരണ്ട ഉഷ്ണമേഖല വനങ്ങളും പറഞ്ഞു. അപ്പൊ ആർദ്ര മേഖലയിൽ നമ്മൾ ഏതൊക്കെയാണ് വനങ്ങൾ പഠിച്ചു. ഇനി വരണ്ട മേഖലയിൽ ഏതൊക്കെ? തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ. ഇനി ഉഷ്ണമേഖല മുൾക്കാടുകൾ. 75 സെന്റിമീറ്ററിന് താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശം. കാരണം ഉഷ്ണമേഖല മുൾക്കാടാണ് അല്ലെ, മുൾക്കാടാണ്. ഒരിക്കലും നൈസർഗിക സസ്യജാലം എന്ന് പറയുന്നില്ല. നൈസർഗിക സസ്യജാലം എന്ന് പറയണമെങ്കിൽ എന്താണ്? ആർദ്ര അല്ലെ, ആർദ്ര ഇലപൊഴിയും കാട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത്യാവശ്യം നല്ല തണുപ്പും ഇതൊക്കെ ഉള്ള പ്രദേശമായിരിക്കും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഉഷ്ണമേഖല മുൾക്കാടാണ് പറയുന്നത്. അപ്പം അവിടെ എന്തായിരിക്കും? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളായിരിക്കും. സസ്യജാലങ്ങൾ പൊതുവായിട്ട് കാണപ്പെടുന്നു. അങ്ങിങ്ങായിട്ട് ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യുവോർഫിബിയ, ഈന്തപ്പന, ഈ ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉഷ്ണമേഖല മുൾക്കാടുകളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് അക്കേഷ്യയും യുഫോർബിയയും ഈന്തപ്പനയും. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായിട്ട് മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മരങ്ങൾ കാണപ്പെടാറുണ്ട്. ഇനി ദക്ഷിണ പർവ്വത ഇനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശമായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയും. അപ്പൊ ദക്ഷിണ പർവ്വത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? പശ്ചിമഘട്ടത്തിലും വിന്ധ്യാനിരകളും നീലഗിരി കുന്നുകളും. പശ്ചിമഘട്ടം, വിന്ധ്യാനിര, നീലഗിരി കുന്നുകൾ. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ചോലവനങ്ങൾ കാണപ്പെടുന്നത് നീലഗിരി, പളനി, ആനമല ട്ടോ. നീലഗിരി, പളനി, ആനമല നിരകളിലാണ് ഉപോഷ്ണ സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഉപദ്വീപ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ നോക്കാം. ഉപദ്വീപ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏറെയും തനതെടുത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ ഉപദ്വീപ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങള് കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തരംതിരിക്കാം. ഇനി തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവരുന്ന, അതായത് തനതിടം പറയുമ്പോൾ ആ നിലനിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ എന്ത് ചെയ്യണം? പുതിയ മണ്ണ് രൂപം കൊള്ളുകയാണ്. ഇനി മറ്റേതാവുമ്പോൾ എന്താണ്? വഹിച്ചു കൊണ്ടുവരികയാണ് അല്ലെ. ഓരോ പ്രദേശത്തു നിന്നുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിന. തനതിട മണ്ണിന് ഉദാഹരണമാണിത് റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കറുത്ത മണ്ണിന്റെ വിശേഷണം പഠിച്ചു. എന്താണ് ഈ കറുത്ത മണ്ണിന്റെ വിശേഷണം പഠിച്ചത്? എന്താണ് പഠിച്ചത്? നല്ല രീതിയിൽ ജൈവസമ്പുഷ്ടമാണ് അല്ലെ, ജൈവസമ്പുഷ്ടമാണ്. അതുപോലെ ഈർപ്പമുണ്ട് അല്ലെ, അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ന് പറഞ്ഞു. അപ്പൊ തനതിടങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിന് ഉദാഹരണമാണ് ഇത് കറുത്ത മണ്ണ് എന്ന് പറഞ്ഞ ഇൻസിറ്റു സോയിൽസ് ട്ടോ, ഇൻസിറ്റു സോയിൽസ്. എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടിരുന്ന മണ്ണിനങ്ങളെ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉത്തരമഹാസമതലം എന്താ പറയുന്നത്? നദികൾ ഒഴിച്ചു കൊണ്ടുവരുന്ന മണ്ണുകൾ, അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് രൂപം കൊള്ളുകയാണ് ഇത് എക്കൽ സമതലം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മറ്റു നദികൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ് ഇത് എക്കൽ മണ്ണ്. തനതിടങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിന് ഉദാഹരണമാണ് ഇത് കറുത്ത മണ്ണ്. ഇനി നമുക്ക് കറുത്ത മണ്ണ് എന്താന്ന് നോക്കാം. ബ്ലാക്ക് സോയിൽ. ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ചു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ബസാൾട്ട് ലാവാശിലകൾക്ക്, ബസാൾട്ട് ശില ഏതിന് ഉദാഹരണമാണ്? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബസാൾട്ട് ശില അല്ലെ. ഗ്രാനൈറ്റ്, ബസാൾട്ട് ഇതൊക്കെ എന്താണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഈ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് ഏത്? കറുത്ത മണ്ണ്. കണ്ടോ, പിക്ചർ കണ്ടോ? കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ, പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ട് കറുത്ത മണ്ണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലും മധ്യപ്രദേശ്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട്, ചിറ്റൂരാണ് അല്ലെ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് വരുന്ന 2 സംസ്ഥാനങ്ങൾ കേട്ടോ.
ഇനി ചെമ്മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ട്. അപ്പൊ ആഗ്നേയ ശിലകളിൽ തന്നെ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ചിട്ടാണ് ഏതുണ്ടാകുന്നത്? കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. പക്ഷേ ഇവിടെ കായാന്തരിത ശിലകൾക്ക് മാർബിൾ, സ്ലൈറ്റ്, നൈസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം പറഞ്ഞു. അങ്ങനെ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ഏതുണ്ടാകുന്നത്? ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും എന്താണ് ഈ ചെമപ്പിന് കാരണം? തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ എന്തിനടങ്ങിയിട്ടുണ്ട്? ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെമ്മണ്ണ് ചുമപ്പായിട്ട് കാണപ്പെടുന്നത്. ഇനി ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്ന്, വിന്ധ്യ സത്പുര പർവ്വതം, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹല്, വിന്ധ്യ സത്പുര പർവ്വതം, മാൾവ പീഠഭൂമി ഇവിടെയൊക്കെ എന്താണ് ധാരാളമായിട്ട് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഫലഭൂയിഷ്ടി കൂടിയ മണ്ണാണ്. അത് പക്ഷേ ലാറ്ററൈറ്റ് മണ്ണ് എന്താണ്? ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? റബ്ബർ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി പർവ്വത മണ്ണ്, മൗണ്ടൻ സോയിൽ. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക് പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് തേയിലത്തോട്ടങ്ങൾ കാണാറില്ലേ? അവിടെയൊക്കെ എന്ത് മണ്ണാണ്? പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ തേയിലയും കാപ്പിയും സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. മേൽപ്പറഞ്ഞ മണ്ണിനങ്ങൾ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ചിട്ട് വേറെയും മണ്ണിനങ്ങൾ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മണ്ണിനങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെ കുറിച്ചിട്ടാണ്. ഇവിടെ നെല്ല് നോക്കിക്കേ, സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ല. നമ്മള് കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു ഉത്തര മഹാസമതല അല്ലെ കൃഷി അല്ലെ, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? കൃഷി കൊണ്ടാണ്. പക്ഷെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ കൃഷിക്ക് യോഗ്യമാണോ? അല്ല അല്ലെ. പക്ഷെ പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചരിവ്, മേൽമണ്ണിന്റെ കനക്കുറവ്, അനാവൃത ശിലകള്, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയവ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമെന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കൃഷി ചെയ്യുന്നുണ്ട്, നെല്ലും ഗോതമ്പും പരുത്തിയും കരിമ്പും തേയിലയും കാപ്പിയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിരപ്പായിട്ട് ഒരേ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ ഇവിടങ്ങളിൽ കാണപ്പെടുന്ന പല പ്രത്യേകതകളുണ്ട് അല്ലേ? മേൽമണ്ണില്ല, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഭൂപ്രകൃതി ഇല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുന്നുകളുണ്ട്, പിന്നെ ശിലകളിലെ പാറകൾ അവിടെ ഇവിടെയായിട്ട് പാറകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല ഇടവിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൃഷി സാധ്യമാകുന്നുള്ളൂ. പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം കേട്ടോ. പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാധാന്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി എന്നിവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചെരുവുകൾ തട്ടുകളാക്കിയ നെൽകൃഷിക്കും ഇവിടെ സാധ്യതയാക്കുന്നുണ്ട്. പക്ഷെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? തട്ടാക്കിയിട്ട് നെൽകൃഷി ചെയ്യാറുണ്ട്. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കർണാടക അല്ലെ, കർണാടകയാണ് കാപ്പി ഉൽപാദനത്തിലെ 1ാം സ്ഥാനത്ത്. പഠിക്കണം. കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ് കേട്ടോ. കാപ്പി കൃഷി വന്നിട്ട് 59% എവിടെ തന്നെയാണ്? കർണാടകയിലാണ്. അതുപോലെ കാപ്പി ഉൽപാദനം എവിടെ തന്നെയാണ്? 71%. ഉൽപാദനത്തിൽ ഏകദേശം 22% കേരളമാണ് 2ാം സ്ഥാനം. അപ്പൊ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ആർക്കാണ്? കർണാടകയാണ്. കർണാടക. 2ാം സ്ഥാനം നമ്മുടെ കേരളം. നമ്മുടെ 2ാം സ്ഥാനം കേരളമാണ്. ഏതൊക്കെയാണ് കാപ്പി ഇനങ്ങള്? അറബിക്ക, 2 റോബസ്റ്റ, അറബിക്ക, റോബസ്റ്റ എന്നിവയാണ് മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യപ്പെടുന്നത്. ഇനി തേയില. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിലനിലുമാണ് ഇന്ത്യയിൽ ആകെ ഉൽപാദനത്തിന്റെ 25%, തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയില തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായിട്ട് നിരവധി തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലഭ്യമാകുന്നുണ്ട്.
PSC കിട്ടിയില്ലെങ്കിൽ ഇനി പോണം അല്ലേ? എന്താണ് പോകേണ്ട ഒരു അവസ്ഥ വരുമോ എന്നറിയില്ല. ഇനി 17ാം നൂറ്റാണ്ടിന്റെ ഏഴ് കാപ്പിക്കുരുക്കൾ 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ സുധാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തി. അപ്പൊ 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ചത് ആരാണ്? ബാബാ ബുദാനാണ്. ആരാണ്? ബാബാ ബുദാൻ. കർണാടകത്തിലെ ചിക്മംഗ്ലൂരിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? കർണാടകത്തിലെ ചിക്മംഗ്ലൂരിലാണ്. എവിടെയാണ്? കർണാടകത്തിലെ ചിക്മംഗ്ലൂരിലാണ് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ബാബാ ബുദാനാണ് 7 കാപ്പിക്കുരുക്കൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബാ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എവിടെയെന്ന് ചോദിച്ചാൽ ബാബാ ബുദാൻ പ്രദേശമാണ്. ഇനി കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും, ഉത്തരേന്ത്യൻ സമതലം പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഉത്തരമഹാസമതലം, അവിടെയാണ് കരിമ്പ് കൃഷി കൂടുതലുള്ളതെങ്കിൽ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. അപ്പൊ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ പ്രദേശം എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. എന്തുകൊണ്ടാണ് അവിടെ കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്? ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ്, നല്ല കരിമ്പ് എന്താണ്? നല്ല മധുരമായിരിക്കും അല്ലേ? കാരണം ഈ കരിമ്പിന്റെ മധുരത്തിന് കാരണം എന്താണ്? സൂക്രോസ് എന്ന പഞ്ചസാരയാണ് അല്ലേ? അപ്പൊ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ് കേട്ടോ, ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാമണ്ണ്. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിൽ എന്താണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥ, അതുപോലെ ദീർഘമായ വിളവെടുപ്പ് കാലം, അതുപോലെ കരിമ്പിൽ എന്താണ്? കൂടിയ അളവിലുള്ള സൂക്രോസ്. ഇതൊക്കെ എന്താണ്? ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതൽ കരിമ്പ് കൃഷിക്ക് സാഹചര്യം ഒരുക്കുന്നു. ഇനി പരുത്തി നോക്കുമ്പോൾ പരുത്തി എന്താണ്? ഒരു ഖാരിഫ് വിളയാണ് അല്ലെ? നെല്ല്, ചോളം ഇതൊക്കെ നമ്മൾ പഠിച്ചു. പരുത്തി ഇതെന്താണ്? ഇതൊക്കെ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും, പരുത്തി ഒരു ഖാരിഫ് വിള പറഞ്ഞാൽ എന്താണ്? ജൂൺ മാസത്തിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യില്ലേ? മൺസൂൺ, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴയെ ആശ്രയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ഖാരിഫ് വിള കൃഷി ചെയ്യുന്നത്. പക്ഷെ ഉപദ്വീപ് ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളായിട്ട് വിളവെടുപ്പ് നടത്തുന്നത്. പക്ഷെ റാബി കാലത്താണ് എന്ത് ചെയ്യുന്നത്? പരുത്തി കൃഷി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഖാരിഫ് വിളയായിട്ടാണ് പരുത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. വളർച്ചയുടെ 7 മാസത്തോളം എന്താണ്? മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല. 21 ഡിഗ്രീസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. അപ്പൊ പരുത്തി കൃഷിയുടെ താപനില 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വേണം. മഴയാണെങ്കിൽ 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ആവശ്യമാണ്. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു. ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ഗുജറാത്തിലാണ്. പരുത്തി കൃഷിക്ക് 1ാം സ്ഥാനം ഗുജറാത്തിലാണ്. മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനം. ഫസ്റ്റ് സ്ഥാനമാണ് പരുത്തി കൃഷി, ഗുജറാത്ത്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. ഇനി നമുക്ക് ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരല്ലൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ധാതു വിഭവങ്ങൾ എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏത് ഭാഗത്താണ്? പരല്ലൂപ ശിലാപാളികളിലും, പരല്ലൂപത്തിലുള്ള ശിലാപാളികളും ഉയരം കുറഞ്ഞ കുന്നുകളിലുമായിട്ടാണ് ഏത് ചെയ്യുന്നത്? ധാതു വിഭവങ്ങൾ കാണപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പ്രീവിയസ് ആണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയെ കേട്ടോ. എവിടെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം അലോഹധാതുക്കളാൽ സമൃദ്ധമാണ് ഇവിടം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഒഡീഷ, മാംഗനീസ് ഒഡീഷ എന്നൊക്കെ പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഛോട്ടാ നാഗ്പൂറും ഒഡീഷയും എന്താണ്? രണ്ട് പീഠഭൂമികളും, ഛോട്ടാ നാഗ്പൂർ ആയിക്കോട്ടെ ഒഡീഷ പീഠഭൂമി ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള എന്താണ്? ഒരു ധാതു മേഖലയാണ്. കാരണം പറയാൻ കൽക്കരിയും ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് ധാരാളം ലോഹധാതുക്കളും അതുപോലെ തന്നെ അലോഹധാതുക്കളും കൊണ്ട് എന്താണ്? ഈ പീഠഭൂമി സമൃദ്ധമാണ്. ധാതു വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് വടക്ക് കിഴക്കൻ പീഠഭൂമി, മധ്യമേഖല,
മേഖല, ദക്ഷിണ മേഖല, തെക്കു പടിഞ്ഞാറൻ മേഖല, വടക്കു പടിഞ്ഞാറൻ മേഖല. നോക്കട്ടെ, നമുക്ക് ഓരോന്ന് നോക്കാം. വടക്ക് കിഴക്കൻ പീഠഭൂമി. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഇത് ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമി എന്ന് പറഞ്ഞത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളായിട്ട് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നത്. ഇവിടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത്. ഇനി മധ്യമേഖല എത്തുമ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിട്ട് വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖല മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിള്, കൽക്കരി, അബ്രം, ഇരുമ്പയിര്. ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പക്ഷേ ഈ 5 മേഖലകൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ദക്ഷിണ മേഖല എടുക്കുമ്പോൾ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗത്തും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. നമുക്കറിയാം തമിഴ്നാട്ടിലാണ് ലിഗ്നൈറ്റിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി തെക്കു പടിഞ്ഞാറൻ മേഖല എത്തുമ്പോൾ പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന് ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇനി വടക്ക് പടിഞ്ഞാറൻ മേഖല എടുക്കുമ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയുടെ സമ്പന്നമാണ്. ഇനി ഉപദ്വീപ് പീഠഭൂമിയിലെ ജനജീവിതം എങ്ങനെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായിട്ടുള്ള ജനസംഖ്യയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ നമ്മൾ എവിടെ പറഞ്ഞത്, നല്ല രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഉത്തര മഹാസമുദ്രത്തിലാണ് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. കാരണം എന്താണ്, അവിടെ ഭൂപ്രകൃതി എന്താണ്, അനുയോജ്യമല്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. പിന്നെ വൻകര കാലാവസ്ഥയാണ്, അവിടെ ജനങ്ങൾ വസിക്കാൻ പറ്റുമോ, പറ്റില്ല. പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചു. പിന്നീടാണ് എന്ത് ചെയ്തത്, ധാതുക്കളെ കൊണ്ടും പിന്നെ റോഡും റെയിലും ഒക്കെ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ എന്ത് ചെയ്തു, പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയിട്ടുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ജനവാസം ഉയരുന്നതിന് കാരണമായി. സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ച വൻ നഗരങ്ങളൊക്കെ എന്ത് ചെയ്തു, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉണ്ടാകാനായി. ഇനി ഇതാണ് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട നഗരങ്ങൾ കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെ നോക്കുക. ശ്രീനഗർ, ഷിംല, ലുധിയാന, ഡെറാഡൂൺ, ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ആഗ്ര, ജയ്പൂർ, കാൺപൂർ, ലക്നൗ, ഭോപ്പാൽ ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് മാപ്പ് ഒന്ന് മനസ്സിൽ പിക്ചറൈസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ നമ്മുടെ 3ാമത്തെ ലെസണും കഴിഞ്ഞു കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമി എന്ന ലെസൺ കഴിഞ്ഞു. ഇനി 4ാമത്തെ ഒരു ലെസണും കൂടി കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നമ്മൾ 5ഉം 7ഉം 9ഉം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒറ്റ പോയിന്റ് വിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ടെസ്റ്റ് പണി അരിച്ചു കുറച്ച് നോക്കിക്കോ, ഒറ്റ പോയിന്റ് പോലും വിട്ടിട്ടില്ല. നമുക്ക് സോഷ്യല്, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ എന്താണ്, നമുക്ക് ഈ 5ഉം 7ഉം 9ൽ നിന്ന് ധാരാളം പോയിന്റ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒപ്പം എന്ത് ചെയ്യണം, ഓൾഡും കൂടി ഒപ്പം, ഓൾഡ് ഒരിക്കലും ഒഴിവാക്കരുത്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അത്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് ഇടാം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഒരു ദിവസം നമുക്ക് 2 വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ പരമാവധി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ സമയം 1.25 മണിക്കൂറാണ് നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ. ഇപ്പോൾ ഒരു ടൈം 1.25 മണിക്കൂർ. ഇത് നമ്മളെല്ലാം ചെയ്തു വെച്ചത് ഇന്നലെയാണ്, എന്നിട്ടാണ് നമ്മൾ ഇന്ന് റെക്കോർഡ് എടുക്കുന്നത്. അപ്പൊ മൊത്തം നമുക്ക് എത്രയായി, 2 മണിക്കൂർ. ഒരു ക്ലാസ് ചെയ്യാൻ തന്നെ 2 മണിക്കൂർ ആവശ്യമാണ്. അപ്പോൾ 2 ക്ലാസ് ഇടണമെങ്കിൽ തന്നെ 4-5 മണിക്കൂറോളം 2 ക്ലാസ് ഇടേണ്ട ആവശ്യം വരും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ദിവസം 2 ക്ലാസ് ഇടാൻ പറ്റുകയാണെങ്കിൽ പരമാവധി ചെയ്യാം. ബയോളജിക്ക് എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും വലിയ ലെങ്തി വീഡിയോ ഇട്ടിട്ടൊന്നും ബയോളജി പഠിക്കാനായിട്ട് പറ്റില്ല. ഞാൻ നല്ല 10ാം ക്ലാസ്സിന്റെ ഒക്കെ നോക്കി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ്സിൽ ഓൾഡ് SCRT പഠിച്ചില്ലേ, അതുപോലെയല്ല, അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ നല്ലോണം പഠിക്കാനുണ്ട് അതില്. അപ്പോൾ നമുക്ക് ഓരോരോ രസമായിട്ട് വേഗം എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. താഴെ കമന്റ് ചെയ്യുക കേട്ടോ. താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇട്ടിട്ട് പോകണേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ 4ാമത്തെ ലെസണായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്താണ് ഇനി മൺഡേ കേട്ടോ, മൺഡേ കാണാം. പിന്നെ അപ്പോഴേക്കും 5ഉം 7ഉം 9 റിവിഷൻ ചെയ്യണം. വെറുതെ ക്ലാസ്സുകൾ ഡെയിലി ക്ലാസ് ഇടുന്നുണ്ട്, വെറുതെ വായിക്കുന്നുണ്ട്, കാര്യമില്ല, ഒരു ഉപകാരമില്ല കേട്ടോ, ഒരു യൂസ്ഫുള്ളും ആകില്ല. തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യണം. നാളെ പരമാവധി 5ഉം 7ഉം 9 പരമാവധി ഇരുന്നിട്ട് റിവിഷൻ റെഡി ആക്കണം. മറ്റന്നാൾ 4ാമത്തെ ലെസൺ ക്ലാസ് എത്തുമ്പോഴേക്കും ഓക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.